നാനാവിധ സംശയങ്ങളുമായി പ്രതിദിനം 1 ബില്യൺ സെർച്ചുകൾ നടക്കുന്ന പ്ലാറ്റ്ഫോമാണ് ChatGPT. 2022 ഓപ്പൺ AI പുറത്തിറക്കിയ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ചാറ്റ്ബോട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ലോകമെമ്പാടും പ്രശസ്തി നേടിയത്. ഗൂഗിൾ നേടിയ വളർച്ചയേക്കാൾ 5.5 മടങ്ങ് വേഗതയിൽ ChatGPT ലോകശ്രദ്ധ ആകർഷിച്ചു എന്നത് ഇതിന്റെ ജനപ്രീതിക്ക് തെളിവാണ്. എഴുത്ത്, കോഡിംഗ്, ഗവേഷണം, ഉപഭോക്തൃ സേവനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഉപയോക്താക്കളെ സഹായിക്കാൻ ഈ ഉപകരണം പ്രാപ്തമാണ്. വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ പ്രയോജനകരമായ ഈ സാങ്കേതിക വിദ്യയ്ക്ക് മിക്കവാറും എല്ലാ ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെതായ പരിമിതികളുണ്ട്. ചില നിർണായക മേഖലകളിൽ ChatGPT ആശ്രയിക്കുന്നത് അപകടകരമായേക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളതുകൊണ്ട് മാത്രം ChatGPT ഒരു സർവജ്ഞനായി കാണരുത്. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഡോക്ടറെ സമീപിക്കുന്നത് ചിലപ്പോൾ മടുപ്പിക്കുന്ന അനുഭവമായേക്കാം. എന്നാൽ രോഗനിർണയം നടത്താനോ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകാനോ ChatGPT ഒരു വൈദ്യനായി കാണരുത്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശരിയായ വൈദ്യസഹായം നേടുന്നത് അത്യാവശ്യമാണ്. ChatGPT നൽകുന്ന വിവരങ്ങൾ ഒരു വൈദ്യോപദേശമായി കണക്കാക്കരുത്. അവ പൊതുവായ വിവരങ്ങൾ മാത്രമായിരിക്കും. നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ChatGPT ഉപയോഗിക്കുന്നത് കർശനമായി ഒഴിവാക്കണം. ഉദാഹരണത്തിന്, ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഹാക്ക് ചെയ്യാൻ ChatGPTയോട് ആവശ്യപ്പെടുന്നത് നിയമപരമായി തെറ്റാണ്. ഹാക്കിംഗ് നിയമവിരുദ്ധമായതിനാൽ ഇത്തരം ദുരുപയോഗങ്ങൾ തടയുന്നതിന് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് AI ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ChatGPT പോലുള്ള AI മോഡലുകൾ ഇത്തരം അഭ്യർത്ഥനകൾ തിരിച്ചറിയുകയും നിരസിക്കുകയും ചെയ്യും. നിയമപരമായ കാര്യങ്ങളിലും AI ചാറ്റ്ബോട്ടുകളെ ആശ്രയിക്കുന്നത് അപകടകരമാണ്. നിയമ നടപടികൾ വളരെ സങ്കീർണവും ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തവുമാണ്. അതിനാൽ നിയമോപദേശത്തിനോ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ഡാറ്റയ്ക്കോ വേണ്ടി ഒരു AI ചാറ്റ്ബോട്ടിനെ ആശ്രയിക്കുന്നത് ദോഷകരമായേക്കാം. നിങ്ങൾക്ക് അടിസ്ഥാനപരമായ നിയമപരമായ അറിവാണ് ആവശ്യമെങ്കിൽ പോലും ഒരു യോഗ്യനായ അഭിഭാഷകനെയോ നിയമോപദേശകനെയോ സമീപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ChatGPT നൽകുന്ന വിവരങ്ങൾ പൊതുവായ അറിവിനായുള്ളതാണെന്നും നിയമോപദേശമായി കണക്കാക്കരുത് എന്നും ഓർക്കുക. സാമ്പത്തിക കാര്യങ്ങളിലും ChatGPTയുടെ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിവച്ചേക്കാം. ഓഹരി വിപണിയും മറ്റ് സാമ്പത്തിക വിപണികളും നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നവയാണ്. ഈ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് സ്വയം അറിവ് നേടുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ ബന്ധപ്പെടുകയോ ചെയ്യുന്നതാണ് സുരക്ഷിതമായ മാർഗം. ChatGPT പോലുള്ള AIകൾക്ക് വിപണിയിലെ തത്സമയ മാറ്റങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ധാരണ ഉണ്ടായിരിക്കില്ല. അക്രമം, ഉപദ്രവം അല്ലെങ്കിൽ അപകടകരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഏതൊരു അഭ്യർത്ഥനയും ChatGPT തൽക്ഷണം നിരസിക്കും. കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും ധാർമ്മിക നിയമങ്ങളും പാലിക്കുന്നതിനായാണ് ഈ AI സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ബോംബ് എങ്ങനെ നിർമ്മിക്കാമെന്നോ മറ്റേതെങ്കിലും നിയമവിരുദ്ധമോ അപകടകരമോ ആയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ChatGPT ആ അഭ്യർത്ഥന നിരസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യരാശിക്ക് ദോഷകരമാകുന്ന ഒരു വിവരവും AI നൽകില്ല എന്ന് ഉറപ്പാക്കാൻ OpenAI ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ChatGPTയിൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ സഹായിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങൾ നിർദ്ദേശിക്കാനും വിശദമായ യാത്രാ പദ്ധതികൾ തയ്യാറാക്കാനും AI ചാറ്റ്ബോട്ടിനോട് ആവശ്യപ്പെടാം. നിങ്ങൾക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ ആകർഷണങ്ങൾ, മികച്ച താമസ സൗകര്യങ്ങൾ, പ്രാദേശിക ഭക്ഷണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ChatGPT നൽകാൻ സഹായിക്കും. കൂടാതെ ഇതിനൊരു വെർച്വൽ ടൂറായി പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങൾ നൽകാനും പരീക്ഷണ ചോദ്യങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഫീഡ്ബാക്ക് നൽകാനും ChatGPTയെ ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ പഠനത്തെയും കഴിവുകളെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. അടുത്തിടെ നിരവധി ഉപയോക്താക്കൾ അവരുടെ ചിത്രങ്ങൾ ആനിമേഷൻ സ്റ്റൈൽ പോർട്രേറ്റിലാക്കി മാറ്റിയ ഒരു വൈറൽ ഗിബ്ലി ട്രെൻഡ് ഇന്റർനെറ്റിൽ തരംഗം തീർത്തിരുന്നു. ഇത് ChatGPTയുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിലും AIയുടെ സഹായത്തോടെയുള്ള വിനോദപരമായ സാധ്യതകൾക്ക് ഇതൊരു ഉദാഹരണമാണ്. ChatGPTയോട് കഥകൾ പറയാനും കവിതകൾ എഴുതാനും തമാശകൾ പറയാനും ആവശ്യപ്പെടാം. ഇത് പഠനത്തെ രസകരമാക്കാനും നിങ്ങളുടെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ ChatGPT ഒരു ശക്തമായ ഉപകരണമാണെങ്കിലും അതിനെ എങ്ങനെ, എവിടെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. വിവരങ്ങൾ നേടുന്നതിനും ദൈനംദിന ജോലികൾ എളുപ്പമാക്കുന്നതിനും ഇത് മികച്ചതാണ്. എന്നാൽ നിർണായകവും വ്യക്തിപരമായതുമായ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ആരോഗ്യം, നിയമം, സാമ്പത്തികം അല്ലെങ്കിൽ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം.